നിങ്ങളെല്ലാവരും മിക്കവാറും എല്ലാ ജിമ്മിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഈ ട്രെഡ്മില്ല് ബിസി ആണെങ്കിലും ബിവറേജിൽ ക്യൂ നിൽക്കുന്ന പോലെ പുറകിൽ ക്യൂ നിന്ന് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് അതിനകത്ത് കയറി ഈ 300-400 കലോറി ബേൺ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ. പക്ഷേ ഈ 300-400 കലോറി എന്ന് പറയുന്നത് അതൊരു ഏകദേശ കണക്ക് മാത്രമാണ്. അതിന്റെ പകുതി പോലും നിങ്ങളവിടെ ബേൺ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ആക്ച്വലി നിങ്ങളുടെ കലോറി ബേണിംഗ് മെഷീൻ എന്ന് പറയുന്നത് ട്രെഡ്മില്ലോ സൈക്കിളോ എലപ്റ്റിക്കലോ ഒന്നുമല്ല. നിങ്ങളുടെ കലോറി ബേണിംഗ് മെഷീൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതാണ് നിങ്ങളുടെ മസിൽ. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ട്രെഡ്മിൽ ഓടുന്നതിനേക്കാളും 10-20 ഇരട്ടി നിങ്ങൾ കലോറി അവിടെ ബേൺ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങിന് മാത്രമേ നിങ്ങൾക്കൊരു എക്സ്ട്രീം ലെവലിലുള്ള റിസൾട്ട് തരാൻ പറ്റുകയുള്ളൂ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അതിനേക്കാളും അപ്പുറമായിരിക്കും. അപ്പോൾ ഉദാഹരണം പറയാം, ഡയബറ്റിക് ഉള്ള ഒരാൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്ത് ഒരു ഡീസന്റ് എമൗണ്ടിലുള്ള പ്രോട്ടീൻ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എനിക്ക് ഏകദേശം 15ഓളം ഡയബറ്റിക് ഉള്ള ക്ലയൻസ് ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാവരുടെയും 100% റിവേഴ്സ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഈ കാർഡിയോ ചെയ്യുക, ട്രെഡ്മില്ല് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം കാർഡിയോ വാസ്കുലർ കപ്പാസിറ്റി കൂട്ടുക എന്നർത്ഥമാണ്. പക്ഷേ സ്ട്രെങ്ത് ട്രെയിനിങ്ങിലും നമ്മുടെ കാർഡിയോ വാസ്കുലർ കപ്പാസിറ്റി കൂട്ടാം എന്ന് റിസർച്ച് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലത് നിങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഓപ്ഷനാണ് സ്ട്രെങ്ത് ട്രെയിനിങ് സെലക്ട് ചെയ്യണോ അതോ ട്രെഡ്മിൽ